Welcome to I Plus Training Solutions. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 4 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ബിസിനസ് റിസർച്ചിന്റെ നീഡ്സും ഇമ്പോർട്ടൻസും, അതുപോലെ തന്നെ ടൈപ്സ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ആൻഡ് ലാസ്റ്റ് വൺ റിസർച്ച് ഡിസൈൻ. അവ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് റിസർച്ച് എന്താണെന്ന് നോക്കാം. റിസർച്ച് എന്ന് പറയുന്നത് രണ്ട് വേർഡ്സിന്റെ കോമ്പിനേഷൻ ആണ്, റീ ആൻഡ് സെർച്ച്. റീ മീൻസ് എഗെയിൻ, സെർച്ച് മീൻസ് എൻക്വയറി അല്ലെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് സംതിങ് ന്യൂ. അപ്പം റിസർച്ച് എന്ന് പറയുന്നത് സെർച്ചിങ് എഗെയിൻ ആൻഡ് എഗെയിൻ ടു ഫൈൻഡ് എ ട്രൂത്ത് ഓർ ടു ഫൈൻഡ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. അതായത് എന്തിനെങ്കിലും കുറിച്ച് എന്താണ് പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രൂത്ത് എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ടേം ആണ് എന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. വീണ്ടും എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, അത് തന്നെയാണ് റിസർച്ച്. അപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, കെയർഫുൾ ആൻഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഇൻ ടു എ സ്പെസിഫിക് പ്രോബ്ലം കൺസേൺ ഓർ ഇഷ്യൂ യൂസിങ് സയന്റിഫിക് മെത്തേഡ്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ജനറലി റിസർച്ച് ഈസ് ദ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻസർ ടു എ ക്വസ്റ്റ്യൻ. അതായത് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അതിന് ആൻസർ നൽകുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ്സ് ആയിട്ടുള്ളൊരു സ്റ്റഡി ചെയ്യണമെന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. Thus, it is a simple process to look at a phenomenon again and again from different dimensions. ഒരു പർട്ടിക്കുലർ ഇഷ്യൂനെ തന്നെ എന്ത് ചെയ്യുന്നു, പല ഡയമെൻഷനിൽ നിന്നിട്ട് നോക്കിക്കാണുന്നു. ആ ഒരു ഡയമെൻഷൻ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സ്റ്റഡി എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. റിസർച്ച് റെഫേഴ്സ് ടു എ സെർച്ച് ഫോർ നോളജ്. റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, ക്രിയേഷൻ അല്ലെങ്കിൽ സെർച്ച് ഫോർ നോളജ് എന്ന് പറയാം. So, it is a scientific and systematic search for pertinent information on a specific topic. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്താണ് ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്ന സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് സിംപ്ലി ഇറ്റ്സ് എ ക്രിയേഷൻ അല്ലെങ്കിൽ സെർച്ച് ഫോർ നോളജ് എന്നാണ് പറയുന്നത്. റിസർച്ച് ഈസ് ആൻ ആർട്ട് ഓഫ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. അതുപോലെ തന്നെ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ആണെന്നും പറയാം. നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് റിസർച്ച് നോക്കാം. അക്കോർഡിംഗ് ടു PM Cook, റിസർച്ച് ഈസ് ആൻ ഹോണസ്റ്റ്, എക്സ്വാസ്റ്റീവ്, ഇന്റലിജന്റ് സെർച്ച് ഫോർ ഫാക്ട് ആൻഡ് their meanings or implication with reference to a given problem. അതായത് ഒരു ഗിവൺ പ്രോബ്ലത്തിനെ കുറിച്ച് എന്താണ് ഇന്റലിജന്റ് ആയിട്ട് അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് പഠിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് ഫൈൻഡിങ് ഓഫ് എ ഗിവൺ പീസ് ഓഫ് റിസർച്ച്. ഒരു ഗിവൺ പീസ് ഓഫ് റിസർച്ചിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഫൈൻഡിങ്സ് ഓഫ് ദി റിസർച്ച് ആണ്. ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ഷുഡ് ബി ആൻ ഓതന്റിക്, വെരിഫയബിൾ ആൻഡ് കോൺട്രിബ്യൂഷൻ ടു നോളജ് ഇൻ ദ ഫീൽഡ് സ്റ്റഡീഡ്. അതായത് റിസർച്ചിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഓതന്റിക്കും ആയിരിക്കണം, വെരിഫയബിളും ആയിരിക്കണം, അതുപോലെ തന്നെ ഏത് ഏരിയയെ കുറിച്ചാണോ പഠിച്ചത് അല്ലെങ്കിൽ എന്ത് പ്രോബ്ലത്തെ കുറിച്ചാണോ പഠിച്ചത് അതിലേക്ക് എന്ത് ചെയ്യണം, നോളജ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതുമായിരിക്കണം എന്നു പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് പീപ്പിളിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്സിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തുകയാണ്, ഒരു സോഷ്യൽ സയൻസ് റിസർച്ച് ആണ്, ഒരു റിസർച്ച് നടത്തുകയാണ്. അങ്ങനെ നടത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് വർക്കിംഗ് പീപ്പിളിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്സ്, അവരുടെ ഹാബിറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ നോളജ് അല്ലെങ്കിൽ ഫൈൻഡിങ്സ് എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റഡി വഴി മനസ്സിലാക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു റിസർച്ച് എഫക്റ്റീവ് ആയിട്ട് കണ്ടക്ട് ചെയ്തു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു റിസർച്ചർ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നത്, ഒബ്സർവ് എഗെയിൻ ആൻഡ് എഗെയിൻ ഒരു പർട്ടിക്കുലർ എന്താണ് ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഒരു ഫിനോമിനയെ അതുവഴി എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡേറ്റ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഫൈൻഡിങ്സ് കാണിക്കുന്നു ഒരു റിസർച്ച് വർക്കിലൂടെ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സയന്റിഫിക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞ റിസർച്ച് ഈസ് എ പർപ്പസ്ഫുൾ എൻക്വയറി. പർപ്പസ്ഫുൾ എൻക്വയറി എന്ന് പറയാൻ കാരണം റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളിൽ ഒന്നാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആര് പഠിച്ചാലും, അതായത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ആര് പഠിച്ചാലും സെയിം റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്താണ്,
ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആണെന്ന് പറയാം. സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, സബ്ജക്റ്റീവ് ആണ്. റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് ഈസ് എ ലോജിക്കൽ എൻക്വയറി. ലോജിക്കൽ എൻക്വയറി എന്ന് പറയാൻ കാരണം ഒരു റിസർച്ചർ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പം വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് റാഷണൽ തിങ്കിങ് ആണ്, അല്ലെങ്കിൽ റാഷണൽ എൻക്വയറി ആണ്. അതുകൊണ്ടാണ് റിസർച്ചിനെ ലോജിക്കൽ എൻക്വയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് എൻക്വയറി. സിസ്റ്റമാറ്റിക് എൻക്വയറി എന്ന് പറയുന്നത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റെപ്സ് ഉള്ളത് കൊണ്ടാണ് റിസർച്ചിനെ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് എൻക്വയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രിട്ടിക്കൽ എൻക്വയറി. റിസർച്ചിനെ ക്രിട്ടിക്കൽ എൻക്വയറി എന്ന് പറയാൻ കാരണം the researcher not receive anything in blind should evaluate it. അതായത് ഒരു റിസർച്ചർ എന്താണ്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഓരോ ഡിസിഷൻസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് റിസർച്ചിനെ ക്രിട്ടിക്കൽ എൻക്വയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബിസിനസ് റിസർച്ച് ആണ്. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് റിസർച്ച് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിസർച്ച് പ്രോസസ്സ് ബിസിനസ്സിൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് എൻക്വയറി ആണ്. സിസ്റ്റമാറ്റിക് എൻക്വയറി എന്ന് പറയുന്നതിന് കാരണം വിച്ച് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഗൈഡ് മാനേജറിയൽ ഡിസിഷൻസ്. മാനേജറിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ബിസിനസ് റിസർച്ച് വഴി എന്ത് ചെയ്യുന്നു, ലഭ്യമാകുന്നു. ബിസിനസ് റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് used to identify investment opportunities or start of a business or succeeding improvements. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ബിസിനസിന് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുന്നതിനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു മെക്ഡാനിയൽ ആൻഡ് ഗാറ്റ്സ്, ബിസിനസ് റിസർച്ച് ഈസ് ദ പ്ലാനിംഗ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ റിലവന്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡേറ്റ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഓഫ് ദി റിസൾട്ട് ഓഫ് ദിസ് അനാലിസിസ് ടു മാനേജ്മെന്റ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇത് ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ മാനേജ്മെന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതിനെയാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. അത് ഒരു ബിസിനസ്സിന് മാനേജറിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സ്റ്റഡിയെയാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച് ആണ്. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ് ഓഫ് ഗാദറിംഗ്, റെക്കോർഡിംഗ്, അനലൈസിംഗ് ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ബിസിനസ് റിസർച്ചിനകത്ത് എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. ഇതിൽ എന്ത് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ റെക്കോർഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ബിസിനസ് റിസർച്ച് ഹാസ് എ ക്ലിയർ ഒബ്ജക്റ്റീവ്. എല്ലാ റിസർച്ചിനും എന്തുണ്ട്, ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് റിസർച്ചിനും എന്തുണ്ട്, ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് റിസർച്ച് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാൻ കാരണം ബിസിനസ് റിസർച്ചിന് ആവശ്യമായ തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സബ്ജക്റ്റിൽ നിന്ന് ഇതാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, പർട്ടിക്കുലർ ഡേറ്റ അനലൈസ് ചെയ്യുന്നുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഒക്കെ എക്കണോമിക്സിൽ നിന്നോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നിന്നൊക്കെ ഉള്ള ടൂൾസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് കവേഴ്സ് ഓൾ ദ റീജിയൻ ഇൻ വിച്ച് ദ ബിസിനസ് ഓപ്പറേറ്റ്സ് ലോക്കലി ഇന്റർനാഷണലി. ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന റീജിയൻസിലെ അല്ലെങ്കിൽ ഏരിയാസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഡേറ്റയും ഇൻഫർമേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് റിസർച്ചിന്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റിയും കോസ്റ്റും എന്ത് ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ ബിസിനസ് റിസർച്ച് ഈസ് മോസ്റ്റ് ഓഫൺ ഡിമാൻഡ് ഡ്രിവൺ. നെക്സ്റ്റ് ബിസിനസ് റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഫോർ എക്കണോമിക് പ്ലാനിംഗ്. ബിസിനസ് റിസർച്ച് കളക്ട് ഇൻഫർമേഷൻ ഓൺ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദി നേഷൻ. അതായത് ബിസിനസ് പ്ലാനിംഗ് അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഡിഫറെന്റ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് ഓപ്പറേഷണൽ ആൻഡ് പ്ലാനിംഗ് പ്രോബ്ലംസ്. ഡിഫറെന്റ് പ്രോബ്ലംസ് പ്ലാനിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിനെ എന്ത് സഹായിക്കുന്നുണ്ട്? ബിസിനസ് റിസർച്ച് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസിന്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് പോളിസീസ് അറ്റ് ഗവൺമെന്റ് ലെവൽസ്. ഗവൺമെന്റ് എന്താണ് ഡിഫറെന്റ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ബിസിനസ് റിസർച്ച് സഹായിക്കുന്നുണ്ട്. Helps to take a decision in large scale business firms. It helps the management choose the best course of action. Different course of action നിന്നിട്ട് best course of action അല്ലെങ്കിൽ managerial decisions എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് SWOT അനാലിസിസ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ് അനാലിസിസിന് വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി സർവൈവൽ, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സർവൈവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഡിഫറെന്റ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. റിസർച്ച് പ്രോസസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റിസർച്ച് അല്ലെങ്കിൽ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ്. പ്രധാനമായിട്ടും 13 സ്റ്റെപ്സ് ആണുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെന്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി ടോപ്പിക് ഓർ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം എന്താണ്? ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ഇനിഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. ഇനിഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ മീൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രീവിയസ് സ്റ്റഡികൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? റിസർച്ച് പ്രോബ്ലത്തിനെ ഫൈനലൈസ് ചെയ്യുന്നു. ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ച് പ്രോബ്ലം എന്ത് ചെയ്യുന്നു? ഫോർമുലേറ്റ് ചെയ്യുന്നു. ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കണ്ടക്ട് ചെയ്യുന്നു. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. നെക്സ്റ്റ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് സാമ്പിൾ ഡിസൈൻ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത ഡേറ്റ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? നേരത്തെ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസിനെ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ റിസർച്ച് തീസിസ് എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. റിസർച്ച് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ടെന്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി പ്രോബ്ലം. താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുക? ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. The term problem means a question to be answered or an issue to be examined. എന്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു ടേമിനെയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? റിസർച്ചർ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ COVID-19 പാൻഡമിക് ഫാമേഴ്സിനെ എങ്ങനെ അഫക്ട് ചെയ്തു, അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിസർച്ചിൽ എന്താണ്? അതായിരിക്കും ഒരു റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനിഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. കോവിഡ് പാൻഡമിക് ഫാമേഴ്സിനെ എങ്ങനെ അഫക്ട് ചെയ്യും? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സ്റ്റഡികൾ നടന്നിട്ടുണ്ടോ? പാസ്റ്റ് മീൻസ് ഈ ഒരു വർഷക്കാലത്ത് എന്തെങ്കിലും ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോജക്ട്സോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും? ഡിഫറെന്റ് ആർട്ടിക്കിൾസ് വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയോ ഒക്കെ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. അതാണ് ഇനിഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആഫ്റ്റർ സെലക്ടിങ് ദി പ്രോബ്ലം ദ റിസർച്ചർ ഈസ് റിക്വയർഡ് ടു ഗോ ത്രൂ ദി റിലവന്റ് ലിറ്ററേച്ചർ ടു ബ്രിങ് ഔട്ട് എ ഫ്രെയിം ഓഫ് റെഫറൻസ് ടു ദി വർക്ക്. വർക്കിന്റെ റെഫറൻസിന് വേണ്ടിയിട്ട് എന്താണ്? പാസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റഡീസ് ഉണ്ടോ എന്ന് നോക്കും. ഹി ഷുഡ് റിവ്യൂ ദ കോൺസെപ്റ്റ് literature explained the concepts and the theories. The empirical literature studies made earlier in the topic or the related topics. അതായത് ലിറ്ററേച്ചർ റിവ്യൂവിൽ വരുന്നത് രണ്ടെണ്ണം, കോൺസെപ്റ്റൽ ലിറ്ററേച്ചറും ഉണ്ട്, എംപിരിക്കൽ ലിറ്ററേച്ചറും ഉണ്ട്. കോൺസെപ്റ്റൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ തിയറീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന അതിനെയാണ് കോൺസെപ്റ്റുവൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. എംപിരിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേ നടന്നിട്ടുള്ള റിസർച്ച് വർക്കോ ആർട്ടിക്കിൾസോ അതിനെയൊക്കെ എംപിരിക്കൽ ലിറ്ററേച്ചറിന് വരും. അപ്പോൾ സ്റ്റഡീസ് മെയ്ഡ് ഏർലിയർ ഇൻ ദ ടോപ്പിക്കോ റിലേറ്റഡ് ടോപ്പിക്, അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കോ അല്ലെങ്കിൽ ആ സെയിം ടോപ്പിക്കിലുള്ള സ്റ്റഡീസ് ആണ് എംപിരിക്കൽ ലിറ്ററേച്ചറിൽ പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈനലൈസേഷൻ ഓഫ് റിസർച്ച് ടോപ്പിക്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ചെയ്തു, അത് കഴിഞ്ഞ് ലിറ്ററേച്ചർ റിവ്യൂ നോക്കി, ഇപ്പോൾ സ്റ്റഡികൾ നടന്നിട്ടുണ്ട്, അപ്പം അതിൽ പഠിക്കാത്ത ഏരിയ ഏതാണെന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ആ ഒരു ഏരിയ എന്ത് ചെയ്തു? ഫൈനലൈസ് ചെയ്തു. റിസർച്ചർ ഹാസ് ടു ഫൈനലൈസ് എ ടോപ്പിക്, ഹാസ് ടു represent it analytical and specific terms. Problem or topic should not be too wide or too narrow. ആ സെലക്ട് ചെയ്യുന്ന ടോപ്പിക് എന്താണ്? വൈഡ് ആകാനും പാടില്ല,
നാരോ ആവാനും പാടില്ല. ഇറ്റ് ഷുഡ് ബി suitable for the academic background for which the researcher is undertaken. Availability of time, money and other resources must be also considered. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം ആണ്. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനൊരു സയന്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് എന്ത് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഒരു ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൽ ഒരു പ്രോബ്ലത്തിന്റെ ടൈറ്റിൽ എന്ത് ചെയ്യുന്നു, ഒരു റിസർച്ചിന്റെ ടൈറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്താനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ഐഡിയ കിട്ടി, ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ. അതാണ് ഒരു പ്രോബ്ലം പഠിക്കാനുള്ള ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തത്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ടൈറ്റിൽ ആയിട്ട് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പാസ്റ്റ് സ്റ്റഡീസ് ഒക്കെ നോക്കിയ സമയത്ത്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ നോക്കിയ സമയത്ത് വർക്കിംഗ് വുമൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് എന്താണ് അധികം സ്റ്റഡികളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ഡിസൈഡ് ചെയ്തു ഈ ടൈറ്റിലിനെ കുറിച്ച് പഠിക്കാം. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്സ് എമംഗ് വർക്കിംഗ് വുമൻസ് ഇൻ കേരള. ഇതെന്താണ് ഒരു പർട്ടിക്കുലർ ഒരു ടൈറ്റിൽ ആയിട്ട് മാറി. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് പഠിക്കാം. അതായത് എങ്ങനെയാണ് ഇവരുടെ ഇൻകം അലോക്കേറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിന്, അല്ലെങ്കിൽ വർക്കിംഗ് വുമൻസ് ഏതൊക്കെ അവന്യൂസ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പം ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇതിനെയാണ് ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ. പ്രോബ്ലം ടൈറ്റിലൊക്കെ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കണ്ടക്ട് ചെയ്യണം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കണ്ടക്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് റിസർച്ച് ഗ്യാപ്പ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. In order to gain the background knowledge of the research topic and to find out the research gaps, the researcher has to review books and other literature. റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ബുക്സും അതുപോലെ തന്നെ ലിറ്ററേച്ചറും ഒക്കെ റിസർച്ചർ എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ആരും പഠിക്കാത്തത് എന്താണ്, എവിടെയാണ് ആരും പഠിക്കാത്ത ഏരിയ, അതാണ് ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് എന്താണ് ആരും പഠിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിരുന്ന അപ്പോൾ ഏതാണോ ഗ്യാപ്പ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ബുക്സോ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽസോ എൻസൈക്ലോപീഡിയയോ അതർ പബ്ലിക്കേഷൻസോ ഇതെല്ലാം എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ടെന്റേറ്റീവ് അസംപ്ഷൻ ഓഫ് പ്രൊപ്പോസിഷൻ ഫോർമുലേറ്റഡ് ഫോർ ടെസ്റ്റിംഗ്. അതായത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന അസംഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെന്റേറ്റീവ് ജനറലൈസേഷൻ ദ വാലിഡിറ്റി വിച്ച് റിമെയിൻസ് ടെസ്റ്റഡ്. അതായത് മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും ഔട്ട്പുട്ട്, അതായത് റിസർച്ചിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈൻഡിങ്സ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആദ്യമേ തന്നെ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. അത് ടെന്റേറ്റീവ് അസംഷൻ ആണ്, താൽക്കാലികമായിട്ടുള്ള ഒരു അസംഷൻ ആണ്. ലാസ്റ്റ് റിസർച്ചിന് എന്താണ്, അവസാനം ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിന്റെ വാലിഡിറ്റി അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു അസംഷൻ എന്ത് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് റിസർച്ചിന്റെ ഫ്രെയിംവർക്ക് ആണ് അല്ലെങ്കിൽ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. റിസർച്ചിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ റിസർച്ചിൽ ഇൻവോൾവ് ആയിട്ടുള്ള സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് റിസർച്ച് ഡിസൈൻ എന്നുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷനിൽ പറയുന്നത്. ഇതിനെ റിസർച്ചിന്റെ ബ്ലൂ പ്രിന്റ് എന്നും അറിയപ്പെടും. ഇതിൽ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സും മെത്തഡോളജീസും ടെക്നിക്സും ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കും. റിസർച്ചിനുള്ള ഒരു ബൗണ്ടറീസ് അല്ലെങ്കിൽ റിസർച്ചിന്റെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത് റിസർച്ച് ഡിസൈൻ വഴിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ ആണ്. സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ നിന്നിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് പ്രൊസീജിയേഴ്സിനാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ എമംഗ് വർക്കിംഗ് വുമൻസ് ഇൻ കേരള. ഇങ്ങനെ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കേരള എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പോപ്പുലേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള വർക്കിംഗ് വുമൻസ് ആണ് നമ്മുടെ സ്റ്റഡിയുടെ പോപ്പുലേഷൻ. അപ്പൊ ഇത് വർക്കിംഗ് വുമൻസ് ഇൻ കേരള ഫുള്ളായിട്ട് പഠിക്കുന്ന എന്താണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പോപ്പുലേഷനിൽ കേരളയിലുള്ള വർക്കിംഗ് വുമൻസിൽ കുറച്ച് മാത്രം എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ളത് എടുക്കും. ഇതിനെയാണ് സാമ്പിൾ സെലക്ഷൻ എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ഒരു പാർട്ടാണ് സാമ്പിൾ എന്ന് പറയുന്നത്.
അപ്പോൾ 5 ലക്ഷം ആണ് നമ്മുടെ പോപ്പുലേഷൻ എങ്കിൽ എക്സാമ്പിൾ, അതിൽ നിന്ന് 1 ലക്ഷമോ 2 ലക്ഷമോ എന്ത് ചെയ്യും, സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പോപ്പുലേഷന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എന്തിനു വേണം, സാമ്പിളിന് ഉണ്ടായിരിക്കണം. നമ്മുടെ റിസർച്ചിൽ വർക്കിംഗ് വുമൻസിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തെ മൂന്ന് റീജിയൻ ആയിട്ട് തിരിച്ച്, നോർത്ത് സൗത്ത് മിഡിൽ എന്നുള്ളൊരു റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഇതിൽ 1 or 2 സ്റ്റേറ്റ്സിനെ എന്ത് ചെയ്യാം, ഓരോ റീജിയനിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് പഠിക്കാം. ഇതൊരു സാമ്പിൾ സെലക്ഷൻ മെത്തേഡാണ്. ഇങ്ങനെ ഇതിനെയാണെന്ന് പറയുന്നത് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. സാമ്പിൾ ഡിസൈന് വേണ്ടിയിട്ട് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാം. സാമ്പിളിംഗിന് ഉപയോഗിക്കുന്ന 2 ടെക്നിക്സ് ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് പറയുന്നത് പോപ്പുലേഷൻ നോൺ ആണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് സാമ്പിൾ സെലക്ഷന് വേണ്ടിയിട്ട്. പോപ്പുലേഷൻ അൺനോൺ ആണെങ്കിൽ എന്താണ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. പോപ്പുലേഷൻ നോൺ മീൻസ് വർക്കിംഗ് വുമൻസിന് നമുക്ക് എത്ര പേര് കേരളത്തിൽ ടോട്ടൽ ഉണ്ട് എന്നുള്ളത് റെക്കോർഡ്സിൽ, ഗവൺമെന്റ്സിന്റെങ്കിലും റെക്കോർഡ്സിൽ ഉണ്ടെങ്കിൽ അതെന്താണ്, പോപ്പുലേഷൻ നോൺ ആണെന്ന് പറയാം. ഇല്ലെങ്കിൽ പോപ്പുലേഷൻ അൺനോൺ ആണ്. സെൻസസിന്റെ കേസിൽ എന്താണ്, ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷനെ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് കേരളത്തിലുള്ള എല്ലാ ആളുകളെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, സെൻസസ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സെൻസസ് സർവേ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ സർവേ ഓർഗനൈസേഷൻ NSO ആണ്. ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോഴുമാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് 2011 സെൻസസ് കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ് ആണ്. സാമ്പിൾ റിസർച്ച് ഡിസൈൻ, സാമ്പിൾ ഡിസൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡേറ്റ കളക്ട് ചെയ്യണം. നമ്മുടെ എക്സാമ്പിളിൽ വർക്കിംഗ് വുമൻസിൽ നിന്നിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡേറ്റ കളക്ട് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റേജ് അനാലിസിസ് ഓഫ് ഡേറ്റ ആണ്. കളക്ട് ചെയ്ത ഡേറ്റ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്ന സ്റ്റേജ് ആണിത്. In order to analyze the data collected, it should be edited, classified and tabulated. കളക്ട് ചെയ്ത ഡേറ്റ എന്ത് ചെയ്യണം, ആവശ്യമില്ലാത്ത എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യണം, ടാബുലേറ്റ് ചെയ്യണം. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ദി ഡേറ്റ. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള ടൂൾസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. റേഷ്യോ, പെർസെൻറ്റേജ്, ഗ്രാഫ്സ്, ടേബിൾസ്, കോഎഫിഷ്യൻസ് ക്യാൻ യൂസ് ടു അനലൈസ് ദി ഡേറ്റ. Statistical software packages are also available to analyze the data. Data analyze ചെയ്യാൻ നിരവധി സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആണ് SPSS എന്ന് പറയുന്നത്. SPSS മീൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. അതുപോലെ തന്നെ റൂട്ട്, R സോഫ്റ്റ്വെയർ ഉണ്ട്. SPS സിമ്പിൾ ആൻഡ് പവർഫുൾ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റ, മിനി ടാബ്, മാറ്റ്ലാബ്, പാസ് മീൻസ് പവർഫുൾ അനാലിസിസ് ആൻഡ് സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ, AMOS analysis of movement structure for model construction. ഇതൊക്കെ എന്താണ്, ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് ആണ്, അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ പാക്കേജസ് ആണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. ഹൈപ്പോത്തിസിസ് നമ്മൾ എന്താണ് ഫസ്റ്റ് ഫോർമുലേറ്റ് ചെയ്തായിരുന്നു, അതിനെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഡേറ്റ ബേസ് ചെയ്തിട്ട് ആ ഹൈപ്പോത്തിസിനെ അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യണം. It is the process under which statistical hypothesis is tested and then accepted or rejected. അതുവഴി എന്താണ്, ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യാമോ റിജക്ട് ചെയ്യാമോ എന്ന് അറിയാൻ സാധിക്കും. 2 തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട്, നൾ ഹൈപ്പോത്തിസിസ് ഉണ്ട്. നൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ഓൾട്ടർനേറ്റീവ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ഇത് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടതാണ്. The test conducted to accept or reject a hypothesis is known as test of hypothesis. ഇതിനു വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് അറിയപ്പെടുന്നത്. The common used statistical tests are Z test, T test, chi-square test, F test തുടങ്ങിയവ. Test helped researcher to conclude the validity of hypothesis. അതായത് വാലിഡിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിസർച്ചർ ഒരു ഇന്റർപ്രിട്ടേഷനിലെത്തും അല്ലെങ്കിൽ ജനറലൈസേഷനിലെത്തും. ദ റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ ഹിസ് ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ. ഇത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിസർച്ചർ ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് എത്തും. നമ്മുടെ എക്സാമ്പിൾ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ എമംഗ് വർക്കിംഗ് വുമൻസ് ഇൻ കേരള. ഇതിൽ കേരളയിൽ എത്രമാത്രം വർക്കിംഗ് വുമൻസ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്,
അല്ലെങ്കിൽ ഏതൊക്കെ അവന്യൂസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ ആ ഒബ്ജക്റ്റീവിനുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എന്ത് ചെയ്യും, ഈ ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ സ്റ്റേജിൽ എന്ത് ചെയ്യും, ലഭിക്കും. It should be justified with the objective set earlier. നേരത്തെ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്തത്, ജനറലൈസേഷൻ നിലനിൽക്കുന്നത്. It should be based on proper evidence under the study. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ട് അല്ലെങ്കിൽ തീസിസ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ഓർ തീസിസ് എന്ന് പറയുന്നത്. ദ റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ ദ റിസർച്ച് റിപ്പോർട്ട് വിച്ച് ഇൻഡിക്കേറ്റ് വാട്ട് ഹി ഹാസ് ഡൺ ആൻഡ് ഹൗ ഇറ്റ് പ്രൂവ്ഡ്. അതായത് ഒരു എന്താണ് പഠിച്ചത്, അല്ല അതിന് ആ പഠിച്ചതിന് അല്ലെങ്കിൽ അതിൽ എന്താണ് തെളിയിക്കാൻ പ്രൂവ് ചെയ്യാനുള്ളത് അത് കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ തീസിസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് ചെയ്യണം, പ്രൂഫും ഉണ്ടായിരിക്കണം. It is a formal statement of the research process and its results. It narrates the problem studied, methods used for study and findings and conclusion. ഇതിൽ എന്ത് പ്രോബ്ലം എന്ത് പ്രോബ്ലത്തെ കുറിച്ചാണ് പഠിച്ചത് അതുണ്ടായിരിക്കും, എന്ത് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തത് ഉണ്ടായിരിക്കും, ഫൈൻഡിങ്സ് കൺക്ലൂഷൻസ് ഒക്കെ അടങ്ങിയിരിക്കും. ദ പർപ്പസ് ഓഫ് ദി റിപ്പോർട്ട് ഈസ് ടു ബി കമ്മ്യൂണിക്കേറ്റ് ദി റിസർച്ച് വർക്ക് ടു ദി അതേഴ്സ്. മറ്റുള്ളവർക്ക് എന്താണ് മനസ്സിലാകുന്നത്, റിസർച്ചിൽ എന്താണ് പഠിച്ചതെന്ന് മനസ്സിലാകുന്നത് റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ തീസിസ് വഴിയാണ്. ഒരു റിസർച്ച് റിപ്പോർട്ടിന് പ്രധാനമായിട്ടും 3 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പ്രീ നൊട്ടേഷൻ അല്ലെങ്കിൽ പ്രീ ഫേസ്, നെക്സ്റ്റ് ബോഡി ഓഫ് റിസർച്ച് ആൻഡ് ലാസ്റ്റ് വൺ അപ്പൻഡിക്സ്. ഇതിൽ പ്രീ ഫേസിൽ ചെയ്യുന്നത് റിസർച്ചിന്റെ ടൈറ്റിൽ, അതുപോലെ ഇൻട്രൊഡക്ഷൻ, അബ്രീവിയേഷൻസ്, ഡിക്ലറേഷൻസ് ഒക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് ബോഡി ഓഫ് റിസർച്ച് ആണ്. ബോഡി ഓഫ് റിസർച്ചിൽ ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെയുള്ള സ്റ്റേജ് ആണ് വരുന്നത്. അപ്പൻഡിക്സിൽ റഫറൻസ്, ബിബ്ലിയോഗ്രാഫി, ക്വസ്റ്റ്യനെയർ തുടങ്ങിയതാണ് വരുന്നത് അപ്പൻഡിക്സിൽ. റിസർച്ച് പ്രോസസ്സിൽ ഫസ്റ്റ് വരുന്നത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, നെക്സ്റ്റ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചൂസ് ദ സ്റ്റഡി ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് സാമ്പിൾ ഡിസൈൻ ഡിസൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേറ്റ കളക്ട് ചെയ്തു, അതിനെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് റിസർച്ച് പ്രോസസ്സിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. പ്രധാനപ്പെട്ട 15 റിസർച്ച് ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക് റിസർച്ച്. ബേസിക് റിസർച്ചിനെ പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസർച്ച്, തിയറട്ടിക്കൽ റിസർച്ച് എന്ന് അറിയപ്പെടുന്നു. പ്യുവർ റിസർച്ച് ഈസ് അണ്ടർടേക്കൺ ഫോർ ദ സേക്ക് ഓഫ് നോളജ് വിത്തൗട്ട് എനി ഇന്റൻഷൻ ടു അപ്ലൈ ഇൻ ടു പ്രാക്ടീസ്. അതായത് എന്തെങ്കിലും അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിനെയാണ് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. തിയറി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, തിയറട്ടിക്കൽ റിസർച്ച് എന്ന് അറിയപ്പെടും. പ്രാക്ടിക്കൽ ആയിട്ട് യൂസ് ചെയ്യണം എന്നൊരു ഇന്റൻഷൻ ഉണ്ടായിരിക്കത്തില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഗ്രാവിറ്റി തിയറി, ഇതൊക്കെ എന്താണ്, ബേസിക് റിസർച്ചിന് എക്സാമ്പിൾ ആണ്. This research attempt to expand the limits of the knowledge. Knowledgeന്റെ ലിമിറ്റ് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുകയാണ് ബേസിക് റിസർച്ചിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്ലൈഡ് റിസർച്ച് ആണ്. അപ്ലൈഡ് റിസർച്ച് carried on finding solution to a real life problem requiring an action or policy decision. അതായത് ഒരു റിയൽ ലൈഫ് പ്രോബ്ലം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് ഡൺ വിത്ത് ദി ഇന്റൻഷൻ ഓഫ് applying the result of the findings to solve specific problem currently being experienced in the organization. അതായത് പർട്ടിക്കുലർ ആയിട്ട് ഉള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതുവഴി ലഭിക്കുന്ന ഫൈൻഡിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, പർട്ടിക്കുലർ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. Here the problem is familiar to all and study about that problem. അതായത് ഒരു പർട്ടിക്കുലർ ഇവിടെ പ്രോബ്ലം എല്ലാവർക്കും എന്താണ്, നോൺ ആയിരിക്കും അല്ലെങ്കിൽ ഫെമിലിയർ ആയിരിക്കും. പ്രോബ്ലം ഫെമിലിയർ ആയിരിക്കും. ആ ഒരു ഫെമിലിയർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് റിസർച്ച് എന്ന് പറയുന്ന ആക്ഷൻ റിസർച്ച് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആക്ഷന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ആക്ഷൻ റിസർച്ച് ഈസ് ഫോക്കസ്ഡ് ഓൺ ദി ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ, നോട്ട് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് തിയറി. തിയറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ആക്ഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് പ്ലേസ്ഡ് ഇറ്റ്സ് എംഫസൈസ് ഓൺ റിയൽ പ്രോബ്ലം ഹിയർ ആൻഡ് നൗ ഇൻ ലോക്കൽ സെറ്റിംഗ്. ദിസ് റിസർച്ച് ഈസ് കണ്ടക്ടഡ് ഫോർ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഓർ ആക്ഷൻ ടു എ പ്രോബ്ലം. ആക്ഷൻ റിസർച്ച് ഇൻവോൾവ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദി സ്റ്റെപ്സ് ഓഫ് സയന്റിഫിക് മെത്തേഡ് ഇൻ ദ ഇമ്മീഡിയറ്റ് പ്രോബ്ലം. ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, സയന്റിഫിക് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. This type of research is done on a very limited scope to solve a
particular problem which is not so big. Action researchൽ വരുന്ന different process അല്ലെങ്കിൽ steps ഏതൊക്കെയാണെന്ന് നോക്കാം. First one എന്ന് പറഞ്ഞാൽ identify the problem to be studied. പഠിക്കേണ്ട പ്രോബ്ലം എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഡേറ്റ, അതുമായിട്ട് ബന്ധപ്പെടുന്ന ഡേറ്റ കളക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഓർഗനൈസ്, അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ദി ഡേറ്റ. ഡെവലപ്പ് എ പ്ലാൻ ടു അഡ്രസ് ദി പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അത് ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഇംപ്ലിമെന്റ് പ്ലാൻ. ആ ഒരു പ്ലാൻ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ആക്ഷനെ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്, ഐഡന്റിഫൈ ദി എ ന്യൂ പ്രോബ്ലം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണ്, ന്യൂ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളൊരു പ്രോസസ് ആണ്, ഒരു സൈക്കിൾ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ആക്ഷൻ റിസർച്ചിനെ സൈക്കിൾ ഓഫ് എൻക്വയറി എന്നും അറിയപ്പെടും. ആക്ഷൻ റിസർച്ചിനെ സൈക്കിൾ ഓഫ് എൻക്വയറി എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണ്, പ്ലാൻ ചെയ്യുന്നു. ഐഡന്റിഫൈങ്, ഇൻഫോമിങ്, ഓർഗനൈസിങ്. അത് കഴിഞ്ഞിട്ട് ആ പ്ലാൻ ബേസ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്നു. ആക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവ് ചെയ്തതിന് ശേഷം റിഫ്ലക്റ്റിംഗ് ആണ് വരുന്നത്. റിഫ്ലക്ഷൻ മീൻസ് റിഫ്ലക്റ്റിംഗ് ഓൺ ദ പ്ലാൻ ഓഫ് ഇംപ്ലിമെന്റഡ് ചേഞ്ചസ്, മോഡിഫിക്കേഷൻ ഓഫ് ദി പ്ലാൻ. പ്ലാനിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെയാണ് ഡിഫ്ലക്റ്റിംഗ് സ്റ്റേജിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, നെക്സ്റ്റ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ഈ ഒരു സൈക്കിൾ ആയിട്ട് മൂവ് ചെയ്യുന്നതിനോടാണ് ഇതിനെ സൈക്കിൾ ഓഫ് എൻക്വയറി എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർഡറിൽ എഴുതാനായിട്ട്, അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചിന്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു ഓർഡർ ആയിട്ട് തന്നെ പറയണം. ഫസ്റ്റ് പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ്. നെക്സ്റ്റ് പ്ലാൻ ആണ്. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ്. ഇതാണ് ഒരു ആക്ഷൻ റിസർച്ചിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനെ ഇനിഷ്യൽ റിസർച്ച് എന്നും അറിയപ്പെടും. It is a preliminary study of a new problem about which the researcher has a little or no knowledge. അതായത് ലിറ്റിൽ നോളജ് അല്ലെങ്കിൽ ഒരു അറിവും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, അത് പ്രോബ്ലം എന്ന് പറയുന്നത് അൺഫെമിലിയർ ആകുന്ന സമയത്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ് ഫോർമുലേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റിസർച്ച്, അതിനെയാണ് ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. It is a similar to doctor's initial investigation of a patient or a FIR prepared by police. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടർ കണ്ടക്ട് ചെയ്യുന്ന എന്താണ്, ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആയിരിക്കാം. ഫസ്റ്റ് ഒരു രോഗിയെ കാണുമ്പം ആ ഒരു രോഗിയുടെ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നൊരു മനസ്സിലാക്കി എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ചിനെ എന്തെന്ന് പറയാം, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയാം. ഇനിഷ്യൽ റിസർച്ച് കണ്ടക്ടഡ് ടു ക്ലാരിഫൈ ആൻഡ് ഡിഫൈൻ ദ നേച്ചർ ഓഫ് പ്രോബ്ലം. ഫസ്റ്റ് ആ ഒരു ഇനിഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് പ്രോബ്ലത്തെ കുറിച്ച് കൂടുതലായിട്ട് ക്ലാരിറ്റി കിട്ടുന്നതിന് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന നേച്ചറെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ചിന്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് സർവേ കണ്ടക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സെക്കൻഡറി ഡേറ്റ അനാലിസിസ് വഴിയോ, കേസ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തോ, പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്തോ, ഫോക്കസ് ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ഗ്രൂപ്പ്സിനെ കുറിച്ച് പഠിച്ചോ ഒക്കെ എന്ത് ചെയ്യാം, എന്താണ് പ്രോബ്ലം എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോറേറ്ററി റിസർച്ചിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഇവയൊക്കെ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇവന്റിനെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്രോബ്ലത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എന്നും അറിയപ്പെടും. ഇതിൽ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് നില്ലാണ്. ഇവിടെ അസംഷൻസ് ഒന്നും എന്ത് ചെയ്തില്ല, കണ്ടക്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതുവഴി എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ പ്രോബ്ലം ഉണ്ടാകുന്ന ഫ്രീക്വൻസി മനസ്സിലാക്കാൻ ഇതിനൊക്കെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് സഹായിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പ്രൊവൈഡ് എ ബ്രോഡർ പിക്ചർ ഓഫ് ദി ഫിനോമിനൻ യു മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്പ്ലോറിംഗ്. കറന്റ് എംപ്ലോയ്മെന്റ് റേറ്റ്സ്, നമ്പർ ഓഫ് വർക്കിംഗ് സിംഗിൾ പാരന്റ്സ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അതായത് ഒരു ഇന്ത്യയിലുള്ള അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നു അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് റേറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു. ഇതൊക്കെ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. ജസ്റ്റ് അതെന്താണെന്ന് മാത്രം മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഇതിനെ
കോസൽ റിസർച്ച് അല്ലെങ്കിൽ പ്രെഡിക്റ്റീവ് റിസർച്ച് എന്നറിയപ്പെടും. ഇതൊരു സയന്റിഫിക് അപ്രോച്ച് ആണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള. ഇവിടെ ഒന്നോ രണ്ടോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് എങ്ങനെ ഡിപെൻഡന്റ് വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മെഷർ ചെയ്യുന്നു. ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതിനെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ചിലൂടെ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ എമംഗ് വർക്കിംഗ് വുമൻസ് ഇൻ കേരള. കേരളയിലുള്ള വർക്കിംഗ് വുമൻസിന് ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. വർക്കിംഗ് വുമൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. അതിനെല്ലാം എന്തെന്ന് പറയും? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയും. എക്സാമ്പിൾ ഇൻകം. ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇൻകം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറും വർക്കിംഗ് വുമൻസിന്റെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അത് എങ്ങനെ ഡിപെൻഡന്റ് വേരിയബിൾസിനെ അഫക്ട് ചെയ്യുന്നു അതാണ് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നോക്കുന്നത്. ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ്. അപ്പൊ ഇതിൽ കോസും എഫക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ COVID-19 വേണ്ടിയിട്ട് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടി ഡ്രഗ് ഡെവലപ്പ് ചെയ്യുന്നു ഒരു പുതിയതായിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഡിഫറെന്റ് എക്സ്പെരിമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കോവിഡ് പേഷ്യൻസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും ഒരു വാക്സിൻ എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പർട്ടിക്കുലർ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം എന്താണ്? എലികളിലൊക്കെയാണ് അത് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഒരു എലിയിൽ ഒരു പർട്ടിക്കുലർ മരുന്ന് കണ്ടുപിടിച്ചത് എന്ത് ചെയ്തു? ഇൻജെക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിന് ഓരോ ടൈമിൽ പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ എന്ത് ചെയ്യും? അതിന് നോക്കും എങ്ങനെയുണ്ടത്, അതിനെ ഒബ്സർവ് ചെയ്യും. ആ ഒരു മെത്തേഡാണ്, ഒരു റിസർച്ച് മെത്തേഡിനെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് ആണ്. ഇതിൽ എന്താണ്? ദിസ് കൈൻഡ് ഓഫ് റിസർച്ച് ഇൻ വിച്ച് ദ റിസർച്ചർ പ്രെഡിക്ട്സ് ദി പോസിബിൾ കോസ് ബിഹൈൻഡ് ആൻ എഫക്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ഒക്യൂർഡ്. അതായത് ഓൾറെഡി ഒക്യൂർ ചെയ്ത ഒരു കാര്യത്തിന്റെ കോസസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസർച്ചിനെയാണ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നു, അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കുന്നു. ആ സമയത്ത് ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തു എന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്ത് അത് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ചിന്റെ വരുന്നതാണ്. അതായത് ആ ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കാണാം. ചിലപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നിട്ടുള്ള ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആയിട്ട് സ്കൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ പിയർ എഫക്റ്റ് ആയിരിക്കാം, ഫ്രണ്ട്സിൽ നിന്നിട്ടുള്ളതായിരിക്കാം, നെയ്ബർഹുഡോ അല്ലെങ്കിൽ സോഷ്യലൈസേഷനോ എന്തും ആകാം. അപ്പൊ ആ ഒരു കുട്ടി അങ്ങനെ ഒരു ബിഹേവിയർ കാണിച്ചതിന് കാരണം എന്തെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഏതിൽ വരും? എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ചിൽ വരും. ആൻഡ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് can be defined as an empirical based investigation which does not involve the researchers direct control over the independent variable. ഇവിടെ എന്താണ്? റിസർച്ചിന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? ഡയറക്റ്റ് കൺട്രോൾ ഇല്ല. Because they have already let effect which can no exposed factor research more be manipulated. ഇവിടെ എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ റിസർച്ചിന് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത്, കൺട്രോൾ ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി നടന്ന ഒരു കാര്യത്തിന്റെ കാരണത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അതുകൊണ്ടാണ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇവന്റിന് മുന്നേ പഠിച്ചു കഴിഞ്ഞാൽ, അതൊരു പർട്ടിക്കുലർ ഇവന്റ് ഉണ്ടാകുന്നതിന് മുന്നേ ഇവന്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോബ്ലത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ് ആന്റി റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പോസ്ഡ് റിസർച്ചിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ് ആന്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആണ്. ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ വരുന്നത് ഐഡന്റിഫൈ ദ കോസ് ഓഫ് എ പ്രോബ്ലം ആൻഡ് ടു ഫൈൻഡ് പോസിബിൾ സൊല്യൂഷൻ. അതായത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന്? ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഒരു നിപ്പ വൈറസ് വന്ന സമയത്ത്, കേരളത്തിൽ നിപ്പ വൈറസ് ഐഡന്റിഫൈ ചെയ്ത സമയത്ത് ആ ഒരു പർട്ടിക്കുലർ രോഗി വന്ന സമയത്ത് ആ രോഗിക്ക് നിപ്പ വൈറസ് ആണോ എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യും? ഡോക്ടർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു രോഗം ഡയഗ്നോസ് ചെയ്യുന്നതിനുള്ള സൊല്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ഒക്കെ ഏതിൽ വരുന്നത്? ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് വാട്ട് ക്യാൻ ബി ഡൺ അബൌട്ട് ഇറ്റ്. അതായത് ഇവിടെ അനലൈസ് ചെയ്യുന്നത് വാട്ട്, വൈ, ഹൗ തുടങ്ങിയ കാര്യങ്ങളാണ്. എക്സാമ്പിൾ, റിസർച്ച് കണ്ടക്ടഡ് ടു ഐഡന്റിഫൈ ദ കോസസ് ഓഫ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് HIV പേഷ്യൻസ് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ. അതായത് HIV പേഷ്യൻസിന്റെ എണ്ണം എന്തുകൊണ്ട് കൂടുന്നു ഇന്ത്യയിൽ, അതെങ്ങനെ ഒഴിവാക്കാം എന്നതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് റിസർച്ച് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആണ്. നെക്സ്റ്റ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി മീൻസ്
പർട്ടിക്കുലർ ഇവന്റ്സിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ സോഷ്യൽ യൂണിറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. It's a method of explaining or analyzing the life of a social unit such as person, family, social group, a community or institution. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. പർട്ടിക്കുലർ കേസിനെ എന്ത് ചെയ്യുന്നു, ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നു. ആൻഡ് ഇൻഡെപ്ത് ഓർ കോംപ്രഹെൻസീവ് അനാലിസിസ് ഓഫ് എ സോഷ്യൽ യൂണിറ്റ് ഈസ് ഡൺ. ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റഡിങ് എവരിതിങ് അബൌട്ട് സംതിങ്. അതായത് ഒരു പർട്ടിക്കുലർ ഇവന്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ആവാം, ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആവാം, ഒരു കമ്മ്യൂണിറ്റി ആവാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു കമ്പനിയോ ബിസിനസ് ഓർഗനൈസേഷനോ എന്തോ ആവാം. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എന്താ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇസ് എ റിസർച്ച് ഡീലിംഗ് വിത്ത് ദി phenomena that are difficult or impossible to quantify mathematically. അതായത് മാത്തമാറ്റിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത ഇവന്റ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബിലീഫ്സ്, മീനിങ്സ്, ആട്രിബ്യൂട്ട്സ്, സിമ്പിൾസ് എക്സെട്ര. അതായത് ഈ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയറിനെ കുറിച്ച് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ബിലീഫ്സിനെ കുറിച്ചോ ഇൻവെസ്റ്റേഴ്സിന്റെ ബിഹേവിയേഴ്സിനെ കുറിച്ചോ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്, മാത്തമാറ്റിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത ഇവന്റ്സ് ആണ്. ഇതിനെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് refers to the systematic empirical investigation of any phenomena through statistical, mathematical or computational techniques. Computation techniques വഴി അല്ല മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സോ യൂസ് ചെയ്തുകൊണ്ട് എംപിരിക്കൽ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് അതിൻ്റെതായിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. The objective of the quantitative research is to develop and employ mathematical models, theories and or hypotheses pertaining to a phenomenon. ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഹൈപ്പോത്തിസിസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈസ് എ ക്വാളിറ്റേറ്റീവ് ടെക്നിക്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് സ്റ്റഡി ദ മീനിങ് ഓഫ് എ പാസ്റ്റ് ഇവന്റ് in an attempt to interpret the facts and explain the cause on effect events and the effect in present events. അതായത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ടെക്നിക് ആണ്. ഇതിൽ ചെയ്യുന്നത് മുന്നേ നടന്നിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ ആയിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇവന്റിന്റെ കാരണങ്ങളും അല്ലെ കോസ് ആൻഡ് ഇവന്റ്സ് കുറിച്ച് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഈ പ്രസന്റ് ഇവന്റ്സിൽ ഉണ്ടാക്കുന്ന എഫക്ട്സിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയാം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ലൈക്ക് വാർസ്, റെവല്യൂഷൻസ് എക്സെട്ര. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോറിലേഷൻ റിസർച്ച് ആണ്. കോറിലേഷൻ റിസർച്ച് refers to systematic investigation or statistical study of relationship among two or more variables. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് കോറിലേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. വിത്തൗട്ട് നെസസറിലി ഡിറ്റർമിനിങ് കോസ് ആൻഡ് എഫക്ട്. കോസ് ആൻഡ് എഫക്ട് പഠിക്കുന്നില്ല, പക്ഷേ റിലേഷൻഷിപ്പ് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിനെ കോറിലേഷൻ റിസർച്ച് എന്ന് പറയുന്നു. കോസ് ആൻഡ് എഫക്ട് പഠിച്ചു കഴിഞ്ഞാൽ അതെന്താവും, എക്സ്പെരിമെന്റൽ റിസർച്ച് ഒക്കെ ആകും. ഇത് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് റിലേഷൻഷിപ്പ് മാത്രം എന്താണ് അതിനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നു. നെക്സ്റ്റ് റിസർച്ച് എന്ന് പറയുന്നത് എത്നോഗ്രാഫിക് റിസർച്ച് ആണ്. അതായത് കൾച്ചറൽ ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ ഓരോ കൾച്ചറിൽ വരുന്ന മെമ്പേഴ്സിനെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, കൾച്ചറൽ ബിഹേവിയർ തിയറീസ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് അനലിറ്റിക്കൽ റിസർച്ച് ആണ്. അനലിറ്റിക്കൽ റിസർച്ച് പറയുന്നത് പ്രൈമറി സെക്കൻഡറി സോഴ്സ് വഴി കളക്ട് ചെയ്ത ഡേറ്റയെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിൽ അനലിറ്റിക്കൽ റിസർച്ചിനെ പറയാം. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും ഇൻഫറൻഷ്യൽ അനാലിസിസും. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് സാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റഡിയാണ്. അതായത് എക്സാമ്പിൾ പറയുമ്പോൾ മീൻ, മീഡിയൻ, മോഡ്സ് അങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണെന്ന് പറയാം. ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നും അറിയപ്പെടും. അതായത് ഇത് പോപ്പുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് പാരാമെട്രിക്കും നോൺ പാരാമെട്രിക് ആയിട്ടുള്ള ഡിഫറെന്റ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇസഡ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, എച്ച് ടെസ്റ്റ് തുടങ്ങിയവ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടതാണ്. ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്.
ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ബിഫോർ സ്റ്റാർട്ടിംഗ് ദി റിസർച്ച്. റിസർച്ച് തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷനെയാണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ദിസ് പ്ലാൻ ഓഫ് സ്റ്റഡി ഓഫ് റിസർച്ചർ ഈസ് കോൾഡ് ദി റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ ഈസ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ദി സീരീസ് ഓഫ് ഓപ്പറേഷൻ ദാറ്റ് എ റിസർച്ചർ intended to carry out to accomplish the research objectives. Research objective achieve ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ചർ കണ്ടക്ട് ചെയ്യുന്ന സീരീസ് ഓഫ് ഓപ്പറേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആണെന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. റിസർച്ച് ഡിസൈനെയാണ് റിസർച്ചിന്റെ ബ്ലൂ പ്രിന്റ്, അതായത് ബ്ലൂ പ്രിന്റ് ഓഫ് റിസർച്ച് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിസർച്ച് ഡിസൈൻ ആണ്. റിസർച്ച് ഡിസൈനിന്റെ മെറിറ്റ്സ് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു സേവ് റിസർച്ചേഴ്സ് ടൈം, മണി ആൻഡ് എനർജി. റിസർച്ചിന്റെ ടൈമും മണിയും എനർജിയും എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദി സ്റ്റഡി. സ്റ്റഡി എന്തായാലും സിസ്റ്റമാറ്റിക് പ്ലാൻ ചെയ്യാനും നന്നായിട്ട് കണ്ടക്ട് ചെയ്യാനും സാധിക്കും ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് റിസർച്ചർ ടു ഡോക്യുമെന്റ് റിസർച്ച് ആക്ടിവിറ്റി. റിസർച്ച് ആക്ടിവിറ്റി എന്തെന്ന് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് ഡിസൈൻ സഹായിക്കും. ഇറ്റ് എൻഷുർസ് എ പ്രോപ്പർ ടൈം ഷെഡ്യൂൾ ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി പ്രോജക്റ്റ്. പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിനുള്ളൊരു ടൈം ഷെഡ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ഡിസൈൻ വഴി ഫ്രെയിം ചെയ്യുന്നുണ്ട്. ഇറ്റ് ബൂസ്റ്റസ് ദ കോൺഫിഡൻസ് ഓഫ് ദി റിസർച്ചർ ഫോർ കംപ്ലീറ്റിംഗ് ദ റിസർച്ച് വർക്ക്. റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോൺഫിഡൻസ് ഒരു ബെറ്റർ റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ അതുവഴി റിസർച്ചിന് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇറ്റ് ഇസ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് സക്സസ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് വർക്ക്. Next types of research design ആണ്. Based on the fundamental objectives or purposes, research design can be classified into first one, research design for exploratory or formulative studies. Next, research design for descriptive or diagnostic studies. Last one is research design for experimental studies. ഫസ്റ്റ് ചെയ്യേണ്ടത് എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് സ്റ്റഡീസ്, അത് ഇനിഷ്യൽ സ്റ്റഡി എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ഡിസൈൻ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണ് റിസർച്ച് ഈസ് ടു ഫൈൻഡ് ഔട്ട് കോസൽ റിലേഷൻഷിപ്പ് ത്രൂ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. അതാണ് റിസർച്ച് ഡിസൈൻ ഫോർ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. റിസർച്ച് ഡിസൈൻ ഇൻ കേസ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് സ്റ്റഡി. ഇവിടെയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് വരുന്നത്. ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഹൈപ്പോത്തിസിസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൗവർ എ സ്റ്റഡി ക്യാൻ വെരി വെൽ ബി എ മിക്സ്ചർ ഓഫ് ദീസ് ടൈപ്സ്. ഈ ഒരു ടൈപ്സ്, ഈ പറഞ്ഞ 3 ടൈപ്സിന്റെ ഒരു മിക്സ്ചർ ആണ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആണ് ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കണ്ടന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനിന്റെ കണ്ടന്റ്സ് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റിസർച്ച് പ്ലാനിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊപ്പോസൽസിനെ കുറിച്ച്, റിസർച്ച് പ്രോബ്ലത്തിനെ കുറിച്ചും പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ. സ്റ്റേജിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം ആണ് പറയുന്നത്. എന്ത് പ്രോബ്ലത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, റിസർച്ച് പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേജ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലത്തിന്റെ നേച്ചറും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ഓൺ ദ സെലക്ടഡ് ടോപ്പിക് സം സ്റ്റഡീസ് മൈറ്റ് ഹാവ് ബീൻ പ്രീവിയസ്ലി മെയ്ഡ് ബൈ അതേഴ്സ്. പ്രീവിയസ്ലി എന്ത് ചെയ്യും, മറ്റുള്ളവർ ഈ ഒരു ഏരിയയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദ സൈലന്റ് ഫീച്ചർ ഓഫ് ദോസ് സ്റ്റഡീസ് മേ ബി ബ്രീഫ്ലി ഡിസ്ക്രൈബ് ആൻഡ് ദ ഗ്യാപ്സ് മേ ബി പോയിന്റഡ് ഔട്ട്. അത് ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, റിസർച്ച് ഗ്യാപ്പ് എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, സ്റ്റഡിയുടെ സ്കോപ്പ് എന്ത് ചെയ്യണം, determine ചെയ്യണം. Therefore, the scope and dimension of the study should be delimited with reference to the topical scope, geographical area to be covered or reference period, the type of institution or respondents to be studied, etc. ഈ ഒരു സ്കോപ്പിലാണ് ജിയോഗ്രാഫിക്കൽ ഏരിയ, അത് കേരളയെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അത് ലിമിറ്റ് ചെയ്യണം. ഏതൊക്കെ ജില്ലകൾ ബേസ് ചെയ്തിട്ടാണ് ഡേറ്റ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പീരിയഡ്, എത്ര വർഷം കൊണ്ടാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ റെസ്പോണ്ടൻസിന്റെ ടൈപ്സും എന്ത് ചെയ്തിരിക്കണം, സ്കോപ്പിൽ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി ആണ്. ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി ഷുഡ് ബി സ്റ്റേറ്റഡ് ക്ലിയർലി. These refers to the question to which a researcher proposes to seek answer through the study. അത് ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡിയിൽ പറയുന്നത് എന്തൊക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലത്തിനാണ് ആൻസർ കിട്ടേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസിനാണ് ആൻസർ വേണ്ടത്, അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. ഇതിലാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡിയിൽ പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്ച്വൽ മോഡൽ ആണ്. ദിസ് സെക്ഷൻ ഈസ് ദ ഹാർട്ട് ഓഫ് ദി റിസർച്ച് പ്ലാൻ.
This is where the researcher formulate and develop the structure of relationship among the variables he is investigating. അതായത് ഈ സ്റ്റേജ് ചെയ്യുന്നത് റിസർച്ചർ എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതിനെയാണ് കോൺസെപ്ച്വൽ മോഡലിൽ പറയുന്നത്. നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ് ആണ്. ദിസ് റെഫേഴ്സ് ടു ദി ആന്റിസിപ്പേറ്റഡ് ഔട്ട്കം ഓർ പോസിബിൾ ആൻസർ ടു ദി റിസർച്ച് ക്വസ്റ്റ്യൻ. റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടാണ് ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹൈപ്പോത്തിസിസ് വഴി ചെയ്യുന്നത് ഔട്ട്കം എന്ത് ചെയ്യുന്നു, ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നു. അല്ലെങ്കിൽ പോസിബിൾ ആൻസർ എന്ത് ചെയ്യുന്നു, റിസർച്ച് ക്വസ്റ്റ്യന്റെ പോസിബിൾ ആൻസർ മുൻകൂട്ടി അസ്യൂം ചെയ്യുന്നു. നെക്സ്റ്റ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് കോൺസെപ്റ്റ്സ്. The major concepts used in the title of the study, the objectives, the investigative questions and hypothesis should be identified. Next എന്ന് പറയുന്നത് significance of the study. സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റിലവൻസ് എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. ഏത് ജിയോഗ്രാഫിക്കൽ ഏരിയ ആണ് കവർ ചെയ്യേണ്ടത്, സ്കോപ്പ് പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞിരിക്കണം. നെക്സ്റ്റ് മെത്തഡോളജി. മെത്തഡോളജിയിൽ പറയുന്നത് ഡിസൈൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ, ഡിസ്ക്രിപ്റ്റീവ്, സർവേ, കേസ് സ്റ്റഡി, ഹിസ്റ്റോറിക്കൽ സ്റ്റഡി, അത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡി ആണെന്നുള്ളത് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ്, അത് ഒബ്സർവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ഇതൊക്കെ എന്താണ് ക്ലിയർ ആയിട്ട് മെത്തഡോളജിയിൽ പറഞ്ഞിരിക്കണം. നെക്സ്റ്റ് സാമ്പിളിംഗ് പ്ലാൻ ആണ്. സാമ്പിൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്തിരിക്കണം. അതിനുവേണ്ടി പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി കളക്ഷനും അതുപോലെ തന്നെ സെക്കൻഡറി ഡേറ്റയുടെ കളക്ഷനും ഒക്കെ ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം. സാമ്പിൾ സൈസും സാമ്പിളിംഗ് പ്ലാനിൽ പറഞ്ഞിരിക്കണം. ഇത് സാമ്പിളിംഗ് ഡിസൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. നെക്സ്റ്റ് ടൂൾസ് ഫോർ ഗാദറിംഗ് ഡേറ്റ. ഡേറ്റ ഗാദർ ചെയ്തതിനുള്ള അല്ലെങ്കിൽ ഡേറ്റ നേടിയെടുക്കുന്നതിനുള്ള ഡിഫറെന്റ് ടൂൾസ് ആണ് ഇതിൽ പറയുന്നത്. ഇൻ ദിസ് സെക്ഷൻ ദ ടൂൾസ് ടു ബി യൂസ്ഡ് ടു ഗാദറിംഗ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ഓർ ക്വസ്റ്റ്യനെയർ ഓർ ചെക്ക് ലിസ്റ്റ് എക്സെട്ര. ഇന്റർവ്യൂ ഷെഡ്യൂൾ വഴിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ വഴിയോ ഒക്കെ പ്രൈമറി ഡേറ്റ എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന റെസ്പോണ്ടന്റിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്താൽ അതിനെയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആരെങ്കിലും കണ്ടക്ട് ചെയ്തിട്ടുള്ള സ്റ്റഡിയിൽ നിന്നിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്, സെക്കൻഡറി ഡേറ്റയാണ്. പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഷെഡ്യൂളോ ക്വസ്റ്റ്യനറോ ഉപയോഗിക്കാം. ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡയറക്ട്ലി റെസ്പോണ്ടന്റിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അത് ഫില്ല് ചെയ്യുന്നത് എന്യൂമറേറ്റർ അല്ലെങ്കിൽ റിസർച്ചർ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. ക്വസ്റ്റ്യനെയർ പക്ഷേ എന്ത് ചെയ്യും, റെസ്പോണ്ടന്റിന് കൊടുത്തിട്ട് അവർ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്ത് വാങ്ങിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ സ്കീം ആണ്. The chapter scheme of the report to be prepared for communicating the findings of the study to academic community and the user should be outlined and the purpose of each chapter should be stated. ചാപ്റ്റേഴ്സ് എന്നാണ് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. യൂസേഴ്സിന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ടൈം ബഡ്ജറ്റ്. ടൈം ബഡ്ജറ്റ്. ദ ടൈം പീരിയഡ് റിക്വയർഡ് ഫോർ ഈച്ച് സ്റ്റേജ് വർക്ക് ആൻഡ് ടോട്ടൽ ടൈം ഡ്യൂറേഷൻ ഫോർ സ്റ്റഡീസ് ആർ സ്പെസിഫൈഡ്. സ്റ്റഡിക്ക് വേണ്ട ടൈം പീരിയഡ് അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ എടുത്തു അത് ക്ലിയർലി എന്ത് ചെയ്യിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. അതിനാണ് ടൈം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ആണ്. ദിസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ദി എസ്റ്റിമേറ്റ് ഓഫ് ദി എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ദി project under various major categories like salary, printing and stationery, postage, travel expenses etc. അതായത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ഫിനാൻസ് വേണം അത് മുൻകൂട്ടി എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. അത് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ടൈം ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ ബഡ്ജറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിസർച്ച് ഡിസൈനിൽ വരുന്ന ഡിഫറെന്റ് കണ്ടന്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. ഇത് മുൻകൂട്ടി എന്ത് ചെയ്തിരിക്കണം, പ്ലാൻ ചെയ്തിരിക്കണം. അത് ബേസ് ചെയ്തിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ചിന് എന്തുണ്ട്, ഒരുപാട് മെറിറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് ബിസിനസ് റിസർച്ച് എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ബിസിനസ് റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ്, നീഡ്സ് ഡിസ്കസ് ചെയ്തു. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് പ്രോസസ്സ് പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റിസർച്ച്, ഡിഫറെന്റ് റിസർച്ച് ടൈപ്സ്. ലാസ്റ്റ് നോക്കിയത് റിസർച്ച് ഡിസൈൻ ആണ്. ഇതിൽ റിസർച്ച് പ്രോസസ്സിനെ നമ്മൾ ഇനി വരുന്ന മൊഡ്യൂൾസിൽ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. താങ്ക് യു.